ഈ കൊല്ലത്തോട്ട് ഈ പാടശേഖരക്കാരെ കയ്യിൽ നിന്ന് കിട്ടില്ല. അത് ഉറപ്പ് തന്നെയാണ്, കിട്ടില്ല. ആനി ജോസ്. ഞങ്ങളുടെ ഈ പാടത്ത് ഞങ്ങൾ കൃഷി ഇറങ്ങിയ പിന്നെ കണ്ണുനീരല്ലാണ്ട് സന്തോഷം ഞങ്ങൾക്കില്ല. കാരണം എത്രയോ നെല്ലും ചാക്ക് വെറുതെ മുറ്റത്തിരുന്ന് പൂത്തും ചതിൽ പിടിച്ചും എഴുതി തിന്നും പോണ്. ഇതെന്തത് സർക്കാർ നോക്കാത്തതെന്നറിയാം. അവരുടെ കാശല്ല. ഞങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കി നിലം വന്ന് കൃഷി ഇറക്കലാണ് ഞങ്ങളുടെ ജോലി. അല്ലാണ്ട് ഒരു സബ്സിഡി ഉണ്ടാവുന്ന കൊല്ലം അതുമില്ല. നെല്ല് ഇത് പോയ നെല്ലും കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തെടുത്ത് പറയും? ഞങ്ങൾ വലിയ കോടീശ്വരന്മാരല്ല പണീന്, പാട്ടത്തിന് നെല്ലെടുത്തിട്ടാ ഞങ്ങൾ പണീനെ. അവർക്ക് പാട്ടം കൊടുക്കാണ്ട് നെലത്തിൽ ഇറങ്ങരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അപ്പൊ ഇറങ്ങാണ്ടിരിക്കും, പാടം പണിയൂല. ഇത് വരുന്ന നഷ്ടം ആർക്കെന്നറിയാം? ഞങ്ങളെ പോലുള്ളവർക്കാ. ഗവൺമെന്റ് ഇതിനൊന്നും ഉത്സാഹിക്കൂല. ഗവൺമെന്റ് ഇതിനൊന്നും ഒരു ആവശ്യമില്ല. അവർക്ക് ഇലക്ഷന്റെ സമയത്ത് ഒരു നിൽക്കുന്നവർക്ക് ഒരു വോട്ടുണ്ടാക്കാൻ പോവാ. ഈ കൊല്ലത്തോട്ട് ഈ പാടശേഖരക്കാരെ കയ്യിൽ നിന്ന് കിട്ടില്ല. അത് ഉറപ്പ് തന്നെയാണ്, കിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെന്തിനാ അവരെ രക്ഷിക്കുന്നേ? അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് ഈ പ്രാവശ്യം വരുത്തി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് സമയം പോയാൽ കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകാണ്ടിരിക്കുമ്പോഴേ മിറ്റത്തിരിക്കുമ്പോ എല്ലാവർക്കും സങ്കടമാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. 10 ദിവസത്തിനകത്ത് ഈ സാധനം കൊണ്ടുപോയില്ലേ ഇക്കൊല്ലത്തോട്ട് ഈ അളകപ്പ പഞ്ചായത്തിന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അളകപ്പ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, അവരുണ്ട്. അവരോട് ഞങ്ങൾ എന്തോരം പറയുന്നേ, ആർക്കും ഇല്ല ഒരു ശ്രദ്ധ. ഞങ്ങളെ പോലുള്ളവർ നിങ്ങൾ ഉത്സാഹിക്കും, ഞങ്ങളെ എവിടെ പോയിട്ട് ഉത്സാഹിക്കുന്നത്? സർക്കാരിന് വിലയില്ലാത്തത് ഞങ്ങൾ ഇതിൽ ഉത്സാഹിക്കുക എവിടെയാ? അവർക്ക് ഞങ്ങളെ കുറിച്ച്, കൃഷിക്കാരെ കുറിച്ച് യാതൊരു താല്പര്യമില്ല. ആ സബ്സിഡി തരാറുള്ളത് അത് വരെ തന്നിട്ടില്ല ഈ പ്രാവശ്യത്തെ. അത് കിട്ടിങ്ങി അതെങ്കിലും ഇട്ട് ഞങ്ങൾക്ക് വളം മേടിക്കുക എന്തെങ്കിലും ചെയ്യാം. ഇത് കഴുത്തി കിടക്കണ കെട്ടുന്നാലി വരെ കൊണ്ട് പണയം വെച്ച് പാടത്തിറക്കിയിട്ടുണ്ട് ഈ തവണ. ഇനി ഇത് ഈ നെല്ലും കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ വരുന്ന കാര്യങ്ങള്. അപ്പൊ എന്തെങ്കിലും ഒരു നടപടി സർക്കാരോ പഞ്ചായത്തോ കൃഷിഭവനോ താല്പര്യമായി എടുത്ത് ഞങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം. ആത്മഹത്യക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കൃഷിക്കാർ. എത്രണ്ണം മരിക്കുന്നു അതെങ്കിലും ഒരു മനസ്സിലാക്കണ്ട. ഞങ്ങളും മരിക്കുന്നു വിചാരിച്ചിട്ട് ഇനി അവരിക്കും മരിച്ചാ അവർക്ക് എന്താ കുഴപ്പം? മരിച്ചു പോയി. അത്രയും ആൾക്കാർക്ക് കഞ്ഞി കൊടുക്കണ്ടല്ലോ, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കണ്ടല്ലോ. ഇതാണ് അവരുടെ ഉദ്ദേശം. അതൊന്നും ഇനി നടപ്പാവണ കാര്യമല്ല. ഞങ്ങൾ മരിക്കാൻ തയ്യാറല്ല. എന്നാലും അതുപോലെയുള്ള ജീവിതമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ.